Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപൂർണമായ രക്ഷയുടെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജീവന്റെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ജീവൻ ലഭിച്ച, ജീവൻ നൽകിയ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടുത്തെ സഹന മരണ ഉത്ഥാന രഹസ്യങ്ങളാണ് ഈ വരുന്ന ആഴ്ചയിൽ പ്രത്യേക വിധത്തിൽ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ആചരിക്കുകയും എല്ലാം ചെയ്യുന്നത്. ആരാധനാ വത്സരം മുഴുവനും യഥാർത്ഥത്തിൽ ഈ ഒരാഴ്ചയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇതിലേക്കുള്ള ഒരുക്കമാണ്. തുടർന്ന് ഇതിൽ നിന്നിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ ഈ ആഴ്ചയിൽ സംഭവിച്ച അല്ലെങ്കിൽ ഈ പെസഹ രഹസ്യങ്ങളിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമായ രക്ഷ സ്ലീഹന്മാരിലൂടെ ലോകത്തിന് നാനാഭാഗങ്ങളിലേക്ക് എത്തി മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ പൂർത്തിയാകുന്നതാണ് നമ്മൾ ആരാധനാ വത്സരത്തിൽ തുടർന്ന് അനുസ്മരിക്കുന്നത്. ഈ പുതിയ ആഴ്ചയുടെ, രക്ഷയുടെ ആഴ്ചയുടെ, ഹാശ ആഴ്ചയുടെ കവാടമെന്നറിയപ്പെടുന്ന ഓശാന ഞായറാഴ്ചയാണിന്ന്. ഓശാന ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത് മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാജകീയമായി ഓർസ്ലമിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിലെ രാജാവായിരുന്ന ദാവീദിനാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഒരു പുത്രൻ ജനിക്കുമെന്ന്. ആ പുത്രനെക്കുറിച്ച് ദൈവം പറഞ്ഞിരുന്നു, അവൻ നിത്യരാജാവായിരിക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ, ഇസ്രായേൽ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തുന്നവനായിരിക്കും. അതോടൊപ്പം തന്നെ 2 സാമുവേൽ 7:14 വാക്യത്തിൽ പറഞ്ഞു, നിനക്ക് ജനിക്കുന്ന, ദാവീദിന് ജനിക്കാൻ പോകുന്ന പുത്രൻ എൻ്റെയും പുത്രനായിരിക്കും, ദൈവത്തിൻ്റെയും പുത്രനായിരിക്കുമെന്ന്. അപ്പോൾ ഒരേ സമയം ദാവീദിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ പുത്രനുമായി ജനിക്കുന്നവൻ അവനാണ് മിശിഹ എന്നുള്ളത് ദാവീദിന് ദൈവം നൽകിയിരുന്ന വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള ഭാഗത്ത് നമ്മൾ കാണുന്ന മംഗളവാർത്തയിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നത്, മറിയത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ ഇസ്രായേൽ ഭവനത്തിന്മേൽ, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. മറിയത്തിൻ്റെ, കന്യകയായ മറിയത്തിൽ നിന്ന് റൂഹായുടെ ആവാസത്താൽ ജനിക്കാൻ പോകുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനായ രാജാവെന്ന് ഗബ്രിയേൽ ദൂതൻ അന്ന് മറിയത്തോട് പറഞ്ഞത്. അപ്പോൾ മിശിഹ രാജാവാണ്. ദാവീദിൻ്റെ പുത്രനായിട്ടാണ് അവിടുന്ന് ജനിക്കുന്നതും. ദാവീദിൻ്റെ വംശത്തിലാണല്ലോ ഈശോയുടെ ജനനം. അപ്പോൾ ആ വംശാവലിയുടെയൊക്കെ അർത്ഥവും അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക്, ഓർസലമിലേക്ക്, ദാവീദിൻ്റെ ഭരണം നടത്തിയിരുന്ന ആ പട്ടണത്തിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് ഇവിടെ ഇതാ യഥാർത്ഥ ദാവീദിൻ്റെ പുത്രനായ മിശിഹ രാജകീയമായി തന്നെ പ്രവേശിക്കുകയാണ് തൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ആരംഭത്തിൽ. ഇവിടെ പ്രവേശിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായ സോളമൻ. അതാണല്ലോ ശാരീരികമായി ചരിത്രത്തിൽ ദാവീദിൻ്റെ പുത്രൻ സോളമനായിരുന്നു. ഈ 2 നൽകിയിരുന്ന വാഗ്ദാനം ഭാഗികമായി സോളമനിൽ നിറവേറുകയും ചെയ്തു. എങ്കിലും അത് പൂർണ്ണമായി നിറവേറിയത് ദൈവപുത്രൻ കൂടിയായ ഈശോ മിശിഹായിലാണ്. അവൻ ദാവീദിൻ്റെ പുത്രനാണ്, അതേസമയം തന്നെ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ഇവിടെ ഈ ഓർസ്ലമിലേക്ക് ഈശോ പ്രവേശിക്കുന്നത് രാജകീയമായിട്ടാണ് പ്രവേശിക്കുന്നതെങ്കിലും മറ്റു രാജാക്കന്മാരെ പോലെ ഒരു പടക്കുതിരയുടെ പുറത്തല്ല അവിടുന്ന് പ്രവേശിക്കുന്നത്. മറിച്ച് സക്രിയ പ്രവാചകൻ പറഞ്ഞിരുന്നത് പോലെ 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഇതാ അവൻ വിനീതദാസനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് സമാധാന രാജാവായി അവൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് സക്രിയ മുൻകൂട്ടി അറിയിച്ചിരുന്ന കാര്യം ഈശോയോട് നിറവേറ്റുകയാണ്. സമാധാന രാജാവായിട്ടാണ് അവിടുന്ന് വരുന്നത്. ജനക്കൂട്ടം ഏറ്റു പറയുന്നതും സമാധാനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം അവിടെ അതാണ് ആലപിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ സമാധാനം എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ സമാധാനം അത് മനുഷ്യനുമായുള്ള അനുരഞ്ജനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ദാവീദിൻ്റെ പുത്രനാണ് ഇവിടെ രാജകീയമായി പ്രവേശിക്കുന്നത്. ഇവിടെ ഈ പ്രവേശിക്കുന്നത് ഈശോ തന്നെ അതിനുള്ള വഴിയൊരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരെ അയക്കണം ബെത്ഫാഗയിലേക്ക്. ബെത്ഫാഗെ എന്ന് പറയുന്നത് അത്തികളുടെ ഭവനമെന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അവിടേക്ക് വിട്ട് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അതിൻ്റെയും ഒരു സൂചന നമുക്ക്
പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യൂദായ്ക്ക് നൽകുന്ന വാഗ്ദാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും, കഴുതക്കുട്ടിയെ മുന്തിരിച്ചെടിയിൽ ഉടക്കിയിടുമെന്നും അവൻ തൻ്റെ ഉടുപ്പ് മുന്തിരിച്ചാറിൽ കഴുകുമെന്നും എല്ലാം പറയുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ മുന്തിരിച്ചെടിയിൽ കെട്ടിയിട്ടിരുന്ന കഴുതയെ അവൻ കെട്ടിയിടുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവൻ്റെ കഴുതയാണ്, യൂദാ ഗോത്രത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ്റെ കഴുതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോത്യയിലെ ഹിലരി എന്ന് പറയുന്ന സഭാപിതാവ് ഈശോ ശിഷ്യന്മാരെ കഴുതയെ അയക്കാൻ വേണ്ടി പുറത്തേക്ക് വിടുന്നതിനെക്കുറിച്ച് പറയുന്നത് അജ്ഞാനത്തിൽ അല്ലെങ്കിൽ തെറ്റായ പ്രബോധനങ്ങളിൽ കുടുങ്ങിയിരുന്ന ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്ന വിജാതീയരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ഈശോ ശിഷ്യന്മാരെ ലോകത്തിന് നാനാഭാഗങ്ങളിലേക്കും അയച്ചതിൻ്റെ സൂചനയാണിത് എന്ന് ഹിലരി രേഖപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ തന്നെ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് അവരുടെ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. ഈ വസ്ത്രങ്ങൾ വിരിക്കുന്നത് രാജാവിനെ സ്വീകരിക്കുന്നതിനായിട്ട് വസ്ത്രങ്ങൾ വിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് നമ്മൾ 13 മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. ഏലീഷ പ്രവാചകന്റെ കാലത്ത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട യേഹുവിനെ സ്വീകരിക്കുവാനായിട്ട് രാജാവായി വാഴിക്കുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ജനം അവരുടെ വസ്ത്രം അവിടെ വഴിയിലും മറ്റുമൊക്കെ വിരിച്ചിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാജാവായിട്ട് തന്നെയാണ് ഈശോയെ സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. അതുപോലെ തന്നെ കഴുതപ്പുറത്ത് ആണ് സോളമനെ രാജാവായി വാഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നതും കഴുതപ്പുറത്താണ്. ആ സംഭവം നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ സോളമനെ, അതാണ് ദാവീദിൻ്റെ ശാരീരിക പുത്രൻ സോളമനായിരുന്നു. അവൻ്റെ ജീവിതത്തിലും യഥാർത്ഥ മിശിഹായുടെ ജീവിതത്തിൽ ദാവീദിൻ്റെ പുത്രൻ്റെ ജീവിതം നടക്കാനെന്ന കാര്യത്തിൻ്റെ ഒരു സൂചന അവിടെയും ഉണ്ടായിരുന്നു. അവിടെ സോളമനും കഴുതയുടെ പുറത്ത് എഴുന്നള്ളിച്ചാണ് സോളമനെ കൊണ്ടുവന്ന് അവൻ്റെ രാജാവായി വാഴിക്കുന്നത്. ആരും ഉപയോഗിക്കാത്ത കഴുതയെ നിങ്ങൾ കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരാണല്ലോ ഈശോ പറയുന്നത്. സഭാപിതാക്കന്മാർ പറയും ഈശോയുടെ രാജ്യത്വവും ദൈവത്വവും വ്യക്തമാക്കുന്നതാണ്. ദൈവത്തിന് നൽകുന്നത് മറ്റാരും ഉപയോഗിച്ചാകരുത്. അപ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് ഊനമറ്റതായിരിക്കണം, കറയില്ലാത്തതായിരിക്കണം എന്നെല്ലാം പഴയ നിയമത്തിൽ നിബന്ധനകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അവിടുത്തെ ആ ദൈവികതയും അതോടൊപ്പം തന്നെ രാജ്യത്വവും പ്രകടമാക്കുന്നതാണ് ആ കാര്യമെന്ന് പറയും. മുറിച്ച മരച്ചില്ലുകൾ വീശിക്കൊണ്ടാണ്, അത് വഴിയിൽ വിതറിക്കൊണ്ടൊക്കെയാണ് ജനം ഈശോയെ എതിരേൽക്കുന്നത്. ഇത് പഴയ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് ജനം ആഘോഷമായി പ്രദക്ഷിണമായി വരുമ്പോൾ, കൂടാര തിരുനാളിലും മറ്റുമൊക്കെ വരുമ്പോഴാണ് ഇപ്രകാരം മരച്ചിലകൾ വീശിക്കൊണ്ട് ആഘോഷിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജനം എന്തിനെ പ്രതിയാണ് അതുവരെ ഈശോ ചെയ്തത് കാണുകയും കേൾക്കുകയും ചെയ്ത ജനം ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഇവർ അനുഭവിച്ച ആ ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നുള്ളത്, അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമെന്ന അർത്ഥമുള്ള ഹോഷിയാന, അതാണ് നമ്മൾ അറമായ സുറിയാനി ഭാഷയിൽ ഓശാന എന്ന് നമ്മൾ പാടുന്നത്. ഹീബ്രു ഭാഷയിൽ ഇസ്രായേൽക്കാർ യഹൂദർ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ ഹോഷിയാന എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിനർത്ഥം. ഓശാന എന്ന പദത്തിനർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയാണെങ്കിലും, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നുള്ള ആ ഒരു പ്രഘോഷണമാണെങ്കിലും, അതെല്ലാം 118-ാം സങ്കീർത്തനം 25-26 വാക്യങ്ങളിൽ നിന്നുള്ളതാണ്. 118-ാം സങ്കീർത്തനം 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഓർസലമിലേക്ക് വരുന്ന തീർത്ഥാടകർ ആലപിച്ചിരുന്ന സങ്കീർത്തനമാണ്. അപ്പോൾ ഇവിടെയും രാജാവായിട്ട് ഈശോ ഓർസലമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ രാജാവ്, യഥാർത്ഥ ദൈവം തന്നെയാണ്, സത്യദൈവം തന്നെയാണ് ഇവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ തീർത്ഥാടകരായിട്ടുള്ളവർ ഈശോയുടെ കൂടെ വന്ന ആ ജനമാണ്, ബാലകരാണ്. ജനം ആ ദൈവം ഈശോയുടെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ജനമാണ് ഏറ്റുപറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരെന്താണ് പറയുന്നത്? സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതകളിൽ മഹത്വം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ ജനനവേളയിൽ
ലൂക്കാ തന്നെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ മാലാഖമാരുടെ ആ കീർത്തനം നമ്മെ ഓർമ്മിക്കുക. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നമ്മെ ധ്വനിപ്പിക്കുന്നതാണ്, അത് അനുസ്മരിപ്പിക്കുന്നതാണ് ജനത്തിൻ്റെ ഈ ഏറ്റുപറച്ചിലും. സ്വർഗത്തിൽ സമാധാനം, അവിടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിന് മഹത്വം നൽകുവാൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണല്ലോ ഈശോ ചെയ്തത്. അപ്പോൾ അതുവഴി സംജാതമായത് സമാധാനമാണ്. സ്വർഗത്തിലും ഭൂമിയിലുമെല്ലാം സംജാതമായത് ഈ സമാധാനമാണ്. ഈശോ തന്നെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറഞ്ഞിരുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയുന്നത് വരെ നിങ്ങൾ മിശിഹായെ കാണുകയില്ല എന്ന്. അപ്പോൾ മിശിഹായെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ ജനം ഏറ്റുപറയുന്നത്. ഈശോയെ മിശിഹായായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ് ഈശോയെ രാജകീയമായി എതിരേറ്റ് ഒലിവുമലയിലേക്ക്, യെരൂശലേമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ ഒരു വലിയ ആഴ്ചയിലേക്കുള്ള പ്രവേശന കവാടത്തിലൂടെ നമ്മളും പ്രവേശിക്കുകയാണ്. ഈശോയോടൊപ്പം നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്, യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. യെരൂശലേമിൽ ആ പരിസരത്താണ്, യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്താണല്ലോ ഒലിവുമല. ഒലിവുമലയിലാണ് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് രാവും പകലുമൊക്കെ ചെലവഴിച്ചിരുന്നത് നമുക്കറിയാം. അതിന് സമീപം തന്നെയാണ് ഗാഗുൽ പ്രദേശത്താണ് ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ, സഹനവും മരണവും ഉത്ഥാനവും എല്ലാം നിറവേറാൻ പോകുന്നത്. അപ്പോൾ ആ മലയിലേക്ക് നമുക്കും പ്രവേശിക്കാം. ഈ വലിയ ജനത്തോടൊപ്പം, ഈശോയെ രാജാവായി ഏറ്റുപറയുന്ന, ഓശാന പാടി സ്വീകരിക്കുന്ന ജനത്തോടൊപ്പം നമുക്കും ഈശോയെ രാജാവായി സ്വീകരിക്കാം. പൗലോസ് ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് മിശിഹ നമ്മൾ രൂപപ്പെടുന്നത് വരെ നമുക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നതെന്നാണല്ലോ സ്ലീഹ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മിശിഹായോട് അനുരൂപപ്പെടുന്നതിന്, മിശിഹ നമ്മിൽ രൂപപ്പെടുന്നതിന് ഈ വിശുദ്ധ വാരാചരണം, ഈ പെസഹ രഹസ്യങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനം, അത് നമുക്ക് ഒരു രൂപാന്തരീകരണം നമ്മിൽ വരുത്തട്ടെ. വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ഈ ദിവസങ്ങളിൽ ഭക്തിപൂർവ്വം തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് അങ്ങനെ മിശിഹായോടൊപ്പം അവിടുത്തെ സഹന മരണോത്ഥാനങ്ങൾ പങ്കുചേരാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ വലിയ ദിവ്യ ആഘോഷവും പരികർമ്മവുമെല്ലാം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.